നമസ്തേ. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ മൃതദേഹങ്ങൾ അഗ്നിയേറ്റുവാങ്ങുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് ലോക കേരള സഭയ്ക്ക് തിരിതെളിഞ്ഞു. മൃതദേഹങ്ങൾ പൂർണ്ണമായും പട്ടടയിലേക്ക് വെക്കും മുമ്പ് ക്ഷണിക്കപ്പെട്ട പ്രവാസി പ്രതിനിധികൾക്ക് മുഖ്യമന്ത്രി അത്താഴം വിളമ്പി. മനുഷ്യത്വത്തിൻ്റെ കണിക അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കേരളം സങ്കടക്കടലിൽ അമർന്നപ്പോൾ എന്തിനാണ് ഈ തട്ടിക്കൂട്ട് മാമാങ്കം? എന്താണ് ലോക കേരള സഭയുടെ പ്രസക്തി? ജനഡിബേറ്റ് പരിശോധിക്കുന്നു. ആഭാസമല്ലേ ഈ സഭ? ലോക കേരള സഭ മുൻ അംഗവും ഇൻകാസ് UAE ജനറൽ സെക്രട്ടറിയുമായ ശ്രീ മുഹമ്മദ് ജാബിർ, BJP സംസ്ഥാന വക്താവ് യുവരാജ് ഗോകുൽ, ലോക കേരള സഭ അംഗം ശ്രീ ജോജോ തോമസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ലോക കേരള സഭയാണ് ഇന്ന് ചർച്ചാ വിഷയം. ഇതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ച് ഇടത് മുന്നണിയുടെ പ്രതിനിധികളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. പക്ഷേ ആരും ആ ക്ഷണം സ്വീകരിച്ചില്ല എന്നുകൂടി അറിയിക്കട്ടെ. ഞാൻ ശ്രീ ജാബിറിൽ നിന്ന് ഈ സംവാദം ആരംഭിക്കുകയാണ്. ശ്രീ ജാബിർ, ലോക കേരള സഭ മുൻ അംഗമാണ് താങ്കൾ. ഈ സഭ കൊണ്ട് പ്രവാസി മലയാളികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇൻട്രോയിൽ പറഞ്ഞതുപോലെ കുവൈറ്റിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ പൂർണ്ണമായി ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പാണ് ഈ ഒരു മാമാങ്കം തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നുള്ളത് പ്രവാസികളെ എന്ന് മാത്രമല്ല മലയാളികളെ മുഴുവൻ എല്ലാവരെയും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. ജീവിതത്തിന്റെ 4 വശം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത പ്രവാസി എന്നും പ്രയാസിയായിട്ട് പ്രവാസം മണ്ണിൽ ജീവിക്കുമ്പോൾ അവന്റെ ദൈനംദിന ജീവിതത്തിലോ അതല്ലെങ്കിൽ അവന്റെ മറ്റു കാര്യങ്ങളിലോ ഒരു വിധത്തിലും ഇടപെടാൻ ആവാത്ത ഒരു സഭയാണിത് എന്നുള്ളത് കഴിഞ്ഞ 3 ലോക കേരള സഭയുടെ സമ്മേളനങ്ങൾ നമ്മളെ തെളിയിച്ചതാണ്. കാരണം പ്രവാസി വിഷയങ്ങളിൽ ഒന്നിൽ പോലും കൃത്യമായിട്ട് ഇടപെടുകയോ അതുമല്ലെങ്കിൽ ഈ കഴിഞ്ഞ 3 സഭകളിൽ വന്ന ഒരുപാട് പ്രമേയങ്ങൾ അതല്ലെങ്കിൽ ചർച്ചകൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിൽ പ്രവാസിക്ക് അനുകൂലമായിട്ടുള്ള പ്രവാസിയുടെ ജീവിതത്തിൽ അവന് അനുഭവവേദ്യമാവുന്ന എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനോ കേരള സർക്കാരിനോ അല്ലെങ്കിൽ ഈ കേരള പ്രവാസി അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള ലോക സഭക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏകദേശം 5 കോടി രൂപയോളം ചെലവാക്കിയിട്ടാണ് ഇതുവരെയുള്ള ലോക കേരള സഭയുടെ സമ്മേളനങ്ങളൊക്കെ സർക്കാർ നടത്തിയിരിക്കുന്നത്. ബാക്കി കാശ് സ്പോൺസർഷിപ്പ് ആണെന്ന് പറയുന്നു. അമേരിക്കയിലും അതുപോലെ മറ്റിടങ്ങളിലൊക്കെ നടന്ന പരിപാടികൾ സ്പോൺസർഷിപ്പ്, ആ സ്പോൺസർഷിപ്പ് പോലും ആരിൽ നിന്നാണെന്നോ എത്രയാണെന്നോ എന്നുള്ള കണക്ക് പോലും ഇതുവരെ ബോധ്യപ്പെടുത്താനാവാത്ത ഒരു സർക്കാർ. ഈ കഴിഞ്ഞ ലോകസഭകളിൽ ഉണ്ടാക്കിയ ഒരു സർക്കാർ കമ്പനി രൂപീകരിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അതായത് ഓവർസീസ് കേരളൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് LLC എന്നാണ് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചെന്നാണ് പറയുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തനം എന്താണെന്ന് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രവർത്തനത്തിലൂടെ പ്രവാസിക്ക് എന്ത് കിട്ടിയെന്ന് ഇന്നേ വരെ പറയാൻ സാധിച്ചിട്ടില്ല. പിന്നെ വലിയ കാര്യമായിട്ട് പറയുന്നത് കേരള മിഷന്റെ പ്രവർത്തനമാണ്. ഇവിടെയുള്ള സാംസ്കാരിക സംഘടനകൾ പ്രവാസ ലോകത്തുള്ള ഇൻകാസ് അടക്കമുള്ള അതുപോലെ തന്നെ ഇടതുപക്ഷ സംഘടനകൾ അടക്കം ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും ഇതിനേക്കാളും എത്രയോ മുന്നിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങള് മലയാളി മിഷൻ, അതുപോലെ തന്നെ ലോക മലയാളം, അങ്ങനെ വനിതാ സെൽ, ഇതുപോലെ പ്രവാസികൾക്ക് ഒരു ഉപകാരവും അതല്ലെങ്കിൽ പ്രവാസികളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ചലനവും സൃഷ്ടിക്കാനാവാത്ത ചില ഉപരിവിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയി എന്നല്ലാതെ പ്രവാസി ജീവിതത്തെ ഒരു വിധത്തിലും അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള വേറൊരു വലിയൊരു കാര്യം, ആദ്യത്തെ ലോകസഭകൾ, കേരള ലോകസഭകൾ 1ഉം 2ഉം സഭകളിലൊക്കെ പ്രതിപക്ഷത്തുള്ളവരെയും കൂടി ഉൾപ്പെടുത്തുകയും അതല്ലെങ്കിൽ അവരെയും കൂടി കേൾക്കാനുള്ള ഒരു സന്മനസ് സർക്കാർ കാണിച്ചത്.
പ്രതിപക്ഷ ശബ്ദം അതല്ലെങ്കിൽ വിരുദ്ധ ശബ്ദങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇൻഗാസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഗാസ് ഇപ്പം യുഎയിലുള്ള പ്രവാസി സംഘടന, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവാസി സംഘടനയാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ സംഘടനകളിൽ ഒന്നാണ് ഇൻഗാസ്. ഇൻഗാസിന്റെ പ്രതികളെ പോലെ ഉൾപ്പെടുത്താതെയാണ് ഇത്തവണ ലോക കേരള സഭയുടെ അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ പ്രതിപക്ഷ ശബ്ദത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, നിരാകരിക്കുക, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഇല്ലാതായി വെറും കുറെ പേരുടെ കെട്ടുകാഴ്ചകൾ മാമാങ്കം നടത്താൻ വേണ്ടിയാണ് സർക്കാർ തിരഞ്ഞെടുക്കുന്നത്. അതും ഈ വർഷം ചെയ്തിരിക്കുന്നത്. അല്ല ജാബിർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇപ്പോൾ ലോക കേരള സഭയിൽ അംഗങ്ങളാക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ്? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ 2ാം കേരള ലോകസഭ അംഗമായിരുന്നു. അന്ന് ഞാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. ആ ഒരു കപ്പാസിറ്റിയിലാണ് അന്ന് എന്നെ നോമിനേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ നമ്മൾ അതിന്റെ അത് പുതുക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചാൽ തന്നെ, പുതുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ അതിന്റെ സ്ക്രീനിങ്ങിൽ, അതായത് CPM-ന്റെ അതല്ലെങ്കിൽ ഇവിടെയുള്ള ഇടത് സാംസ്കാരിക പ്രവർത്തകരുടെ അപ്രൂവലിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ, സ്തുതിപാഠകരെ, അതല്ലെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് പറയുന്ന ഒരാളെ പോലും ആ സഭയിലേക്ക് എടുക്കില്ല എന്നുള്ള തീരുമാനം തന്നെയാണ് അവരുടെ എന്നാണ് ഈ വർഷത്തെ അവരുടെ സെലക്ഷൻ പ്രോസസ്സിലൂടെ മനസ്സിലാവുന്നത്. യെസ്, യുവരാജ് ഗോകുൽ, കുവൈറ്റ് ദുരന്തത്തിൽ 24 മലയാളികൾ നമ്മുടെ സഹോദരന്മാരാണ്, പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദരന്മാരാണ് മരണപ്പെട്ടത്. ഔചിത്യ ബോധം എന്നൊന്നുണ്ടെങ്കിൽ ഇക്കുറി ലോക കേരള സഭ നടത്തില്ലായിരുന്നു. പക്ഷേ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം വലിയൊരു പ്രസംഗം നടത്തി. മീഡിയയ്ക്ക് അയച്ചു തന്ന ആ നോട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അതിന് തലക്കെട്ട് ലോക കേരള സഭ കേരള ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായുള്ള ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിൻ്റെയും ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെയും ഭാഗമായി കേരള കലാമണ്ഡലം വിവിധ കലകളെ കോർത്തിണക്കിയുള്ള ഷോ വിവിധ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവതരണോത്സവങ്ങളും ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് കലാമണ്ഡലം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കും. കേരള കലകൾ ഓൺലൈനായി പഠിക്കുന്നതിന് അവസരവുമൊരുക്കും. 4ാം ലോക കേരള സഭ അവസാനിച്ചപ്പോൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതെന്നും എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിച്ച് സാധ്യമായ തീരുമാനങ്ങളും നടപടികളും എടുത്ത് മുന്നോട്ട് പോകുമെന്നും ലോക കേരള സഭാ സമ്മേളനത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നോക്കൂ, അതായത് കേരള കലാമണ്ഡലം വിദേശത്ത് ഷോ നടത്തുന്നതിന് ഇങ്ങനെയൊരു സഭ ചേരേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഇപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണല്ലോ. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് അതിലാണ് ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ക്രിയാത്മകമായ നിർദ്ദേശമാണെന്നാണ്. അതായത് കലാമണ്ഡലത്തിൻ്റെ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്രയും പൈസയൊക്കെ മുടക്കി ലോക കേരള സഭ നടത്തുന്നത് എന്നുള്ളതാണ്. ഇതിന് ശരിക്കും ചേരുന്ന പേര് ലോക ഉഡായിപ്പ് സഭ എന്നുള്ളതാണ്, ലോക കേരള സഭ എന്നുള്ളതല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഈ കുവൈറ്റിലുള്ള അപകടം നടന്നിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് പേര് അവിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഔദ്യോഗികമായ പരിപാടികളെല്ലാം നിർത്തിവെച്ചിട്ട് അതിൻ്റെ ചടങ്ങുകളും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. പക്ഷേ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് അവരൊരു ആഘോഷ പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഈ ചില ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമല്ലോ ഒരു ആഹാരത്തിന് മുൻപും പിൻപും എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ 3 നേരം കഴിക്കുക എന്ന് പറയുന്ന മരുന്ന് പോലെ എന്തോ ആണ് ഇത്തരം സമ്മേളനങ്ങൾ, സഭകൾ എന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പ്രവാസികളായിട്ടുള്ള മലയാളികളെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തെടുക്കുക, കണക്ട് ചെയ്തെടുക്കുക, അതിനുശേഷം അവരെ ഒരു ഫണ്ടിങ് സോഴ്സായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് CPM ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രൊട്ടക്ടിവിറ്റി ഉണ്ടാവണം. ഈ ലോക കേരള സഭ കഴിഞ്ഞ 3-4 തവണയായിട്ട് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രൊട്ടക്ടിവിറ്റി ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ പറയുന്നത് തന്നെ ബ്രാൻഡിങ് എന്നാണ്. ശരിയാണ്, ബ്രാൻഡിങ് ആവശ്യമാണ്. ഈ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ലോകത്ത് ഒരുപാട് പേര് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രന്റ് ഗുജറാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയാണെന്ന് തോന്നുന്നു ജിം എന്ന് പറഞ്ഞിട്ടൊരു സാധനം നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്രാൻഡിങ്ങിന്റെ ഒരു പ്രധാന കാര്യം, ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യൻ ഹോക്കി ടീമിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒറീസയാണ്. അപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ജേഴ്സിയിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇതിൽ സഹാറ എന്നൊക്കെ പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഒറീസ എന്നുണ്ട്. ഒറീസ സംസ്ഥാനം ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ലോകം മുഴുവൻ. അവർ പോകുന്നു ഒളിമ്പിക്സിൽ, അവർ ഇന്ത്യൻ ടീം കപ്പ് നേടുന്ന സമയത്ത്, വെങ്കലം നേടുന്ന സമയത്ത് ഒറീസ കൂടെ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്. അതിന് പേര് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലേ. കേരളം എവിടെയാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ തലത്തിൽ? അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, ശരി, കേരളം ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ഈ ബ്രാൻഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ നിക്ഷേപകരാരെങ്കിലും വരുന്നുണ്ടോ? പുതിയ വ്യവസായങ്ങൾ എന്തെങ്കിലും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? പ്രവാസികൾക്ക് ഇവിടെ നിക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആത്മവിശ്വാസം വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? കഴിഞ്ഞ ഏതെങ്കിലും കാലഘട്ടങ്ങളിലായിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണിത്? ഇതിനകത്ത് വളരെ കാര്യമായിട്ട് ഇപ്പം ഞാൻ അതിനകത്ത് അവരുടെ ഈ ബ്രേക്ക് ഇതുണ്ടല്ലോ, അവരുടെ സ്പ്ലിറ്റപ്പ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഫണ്ടിൻ്റെ. ഇപ്പോൾ 3 കോടി 5 കോടിയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ 3 കോടി ആയിട്ടുണ്ട്. ബില്ല് വരുന്നതിനനുസരിച്ചിട്ട് മാറി 5 കോടിയാകും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് തന്നെ ഈ വഴിനീളം അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് 35 ലക്ഷം 50 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറ്റുകയാണ് കാശ്. അതുപോലെ തന്നെ ഈ ലോകത്ത് എവിടെ നിന്നൊക്കെയാണ് ഈ ആൾ വരുന്നത്? ആരെയൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത്? ലോക കേരള സഭ നടത്തുന്നുണ്ട്. ലോക കേരള സഭയിൽ പ്രതിനിധികളായിട്ട് ആളെയും വരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ മുഹമ്മദ് ജാബിർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പ് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. കുറച്ച് അവരുടേതായ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തുടക്ക കാലഘട്ടത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അതിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കുകയും അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരുന്നു. അത് 1-2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് ചുരുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവരിപ്പോൾ ആരെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്? എന്തിനാണ് ഇവർ കൊണ്ടുവരുന്നത്? ഈ വരുന്നവരിവിടെ അവരുടെ റോൾ എന്താണ്? അവരെന്താണ് ചെയ്യുന്നത്? ഇത് കുറേ ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും ഈ പല ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇവിടെയുള്ള പല ആക്ടിവിസ്റ്റുകളെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറേ ലെഫ്റ്റിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈസയിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ കാശിൽ ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി ഇത് മാറ്റുകയാണ്. അതിനുശേഷം വിമർശനം വരാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, അതായത് ഈ ചില മുസ്ലിം വിഭാഗങ്ങളെ കയ്യിലെടുത്ത് വയ്ക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ എന്താണ്, പലസ്തീൻ അനുകൂലമായിട്ടൊരു പ്രമേയം അങ്ങ് പാസ്സാക്കി. പിന്നെ ലോക കേരള സഭ നടത്തി ഇനി പലസ്തീൻ അനുകൂല പ്രമേയം പാസ്സാക്കിയാൽ മാത്രമല്ല ഇനിയിപ്പോൾ പലസ്തീന് നീതി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ, അതേ സമയത്തോടെ വൈഷ്ണോദേവിയിൽ കശ്മീരിൽ ആക്രമണം നടന്നു. അവർക്ക് വേണ്ടിയിട്ടൊന്നും പറയലില്ല. ഇന്ത്യക്കകത്ത് കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും പറയലില്ല. പകരം എന്താണ്, പലസ്തീനിലേക്ക് പോയിരിക്കുകയാണ്. വീണ്ടും പലസ്തീനി നേതോ തുവാല കൊണ്ടുവരുന്നു, അത് കൈമാറുന്നു, സ്പീക്കർ അത് വാങ്ങുന്നു, കണ്ണു തുടയ്ക്കുന്നു, വലിയ കോലാഹലമാണ്. എന്തിനാ? ഇത് കണ്ണിപ്പൊടിയിടലാണ്. കണ്ണിപ്പൊടിയിടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വലിയ വിഭാഗത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് കിട്ടണം. അതെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ലോക കേരള സഭയല്ല, ലോക ഉഡായിപ്പ് സഭയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, ജോജോ തോമസ്, സഭ നടത്തുന്നവരുടെ രാഷ്ട്രീയവുമായി താങ്കൾക്ക് യോജിപ്പില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ലോക കേരള സഭയിൽ താങ്കൾ അംഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു. ഇപ്പോൾ എല്ലാ ലോക കേരള സഭകളും അവസാനിക്കുന്ന സമയത്ത് ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു എന്ന് പറയാറുണ്ട്. ആ ഒരു പതിവ് ഇക്കുറിയും തെറ്റിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭയുടെ അടിസ്ഥാനത്തിൽ, ലോക കേരള സഭകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട്, നിയമസഭയിൽ ചോദിച്ചുകൊണ്ട്, അങ്ങനെ ഒരു ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ മറുപടി ഇതാണ്: പല നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്, മറ്റു കാര്യങ്ങൾ ആലോചിച്ചു വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. സഭ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാതെ സഭ മുന്നോട്ട് പോകുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഈ സഭയിൽ പങ്കെടുക്കുന്ന ആളുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അന്യ സംസ്ഥാനത്ത് താമസിക്കുന്ന മലയാളികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ള രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാം. ഇതിനകത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് വരണം, ഇതിനകത്ത് ട്രാൻസ്പെറൻസി ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അതൊക്കെ ഈ വേദിയിൽ വന്ന് പറയുക എന്നുള്ള നിലപാടുകളാണ് ഞാനടക്കമുള്ള ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനവും ഒന്നിച്ച് നടത്തുന്ന ആളുകളാണ്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ കൂടുതൽ വരുന്നു.
അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് മുൻകാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് ഉള്ള സമയത്ത് ഏത് സമയത്ത് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ആക്സസ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പല കാര്യങ്ങളും തുടങ്ങിയത്. ഉമ്മൻചാണ്ടി സാർ തന്നെ നേരിട്ട് ആളുകളോട് വിളിച്ച് സംസാരിക്കുകയും ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ UDF സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി സഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു കുറച്ചിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പോയിന്റ് ഇതാണ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞങ്ങൾ പ്രവാസികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ള നിലപാട് എല്ലാ പാർട്ടികൾക്കുമുണ്ട്. അത് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന രീതികൾ അതൊക്കെ സംശയത്തിന് നിഴലുണ്ട്. 2018 ഇത് തുടങ്ങുന്നത്. അന്ന് തുടങ്ങുമ്പോൾ പല ആളുകളും ഇതിൽ വളരെയധികം അപ്പർ സഭയായിട്ട് കണ്ടുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പോയിന്റുകളും ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വരുന്നു. അതിനുശേഷം 2020 നടന്നപ്പോൾ അതിനകത്ത് എന്താണ് നടന്നത് കൃത്യമായിട്ട് അറിയില്ല. 2022 അതിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചതാണ്. അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് പല ആളുകൾക്ക് ഇവിടെയുള്ള സഭയിൽ പങ്കെടുക്കേണ്ട MLA-മാരും MP-മാരും ഒക്കെ എല്ലാവരും തന്നെ അതിനകത്ത് പങ്കെടുത്തില്ല. അപ്പോൾ വരുന്ന ആളുകൾ ഇവരെയൊക്കെ കാണുക, എല്ലാവരോടും അവരവരുടെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ആണ് പറയുക, മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇപ്പം കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഇത്തവണ ഞാൻ സഭയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ 1-2 പോയിന്റുകളുണ്ട്. അത് വിമർശനം കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ അഭിപ്രായങ്ങൾ പറഞ്ഞു പലതും നടപ്പിലാക്കിയില്ല. ഇതൊക്കെ ഞങ്ങളവിടെ വിമർശിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന അവർക്കൊക്കെ പ്രോപ്പർട്ടീസൊക്കെ കേരളത്തിലുണ്ട്. ഈ കേരളത്തിലെ പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഉത്തരവാദിത്വമാണ്. ഒരാൾ സ്വന്തമായി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും നടപ്പിലെടുക്കണം. അവർക്ക് അഡ്രസ് പ്രൂഫുകളില്ല. ഇവിടെ റേഷൻ കാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ റേഷൻ കാർഡിൽ NRK എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകളുടെ പേര്. അപ്പോൾ പലർക്കും റേഷൻ കാർഡിൽ പേരില്ല. അതുപോലെ തന്നെ കേരളത്തിൽ പുറത്ത് താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ പറഞ്ഞതെങ്കിലും അതുപോലെ തന്നെ അതിനകത്ത് ഇത്തരത്തിലുള്ള ഏകജാല സംവിധാനങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടാണ്. കഴിഞ്ഞ തവണയും പല ആവശ്യങ്ങളും ഉന്നയിച്ചു. കൂടുതൽ ആളുകളും കേരളത്തിന് പുറത്ത് താമസ സംസ്ഥാനങ്ങളിലുള്ള യാത്രാ പ്രശ്നങ്ങളാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ വരുന്ന ആളുകൾ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അവർക്ക് അവരുടെ കഴിവ് ഈ സഭയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അതായത് കേരളത്തിൽ അകം കേരളം പുറം കേരളം എന്നുള്ള വ്യത്യാസമില്ലാതെ മലയാളികളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സംവിധാനം. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എന്താണ്, നമുക്ക് ഒരു കേരളം എന്നുള്ള രീതിയാണ്. രണ്ടാമത് ഇതിനകത്ത് പറയുന്ന പല നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഈ തവണ വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തവണ ഈ പറഞ്ഞ ഒരു പോസിറ്റീവ് കണ്ടത്. പ്രതിപക്ഷത്തെയും കൂടെ ചർച്ചയ്ക്ക് ഇരുത്തി സംസാരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഈ സഭയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് ഉള്ളപ്പോൾ ആ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഏകപക്ഷീയമായി ആകാനുള്ള സാധ്യതകളുണ്ട്. അതിനകത്ത് ഞങ്ങളെപ്പോലെ പല സ്ഥലങ്ങളിലും വരുന്ന അപ്പം ഒരു സ്ഥലത്ത് സാമൂഹിക പ്രവർത്തകർ എടുക്കുമ്പോൾ 10 പേരെ എടുക്കുമ്പോൾ അതിനകത്ത് 9 പേരെ എടുക്കേണ്ടി വരുന്നു, 10ാമത് ഒരാളെ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അവർക്ക് അതുപോലത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങളൊക്കെ ബ്രാൻഡ് അംബാസിഡർമാരാണ്. ഇപ്പം ബോംബെയിൽ ഞാൻ താമസിക്കുന്നു, അവിടെ ഞങ്ങൾ താമസിച്ചിട്ട് ഞങ്ങൾ സാംസ്കാരിക പരിപാടികൾ നടത്താറുണ്ട്. ഇപ്പോൾ CHC-യിലൊരു എൻ്റെ ഒരു അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഓൾ മുംബൈ മലയാളി, അതിൻ്റെ പ്രസിഡന്റ് കൂടെയാണ് ഞാൻ, അതിന് ഫൗണ്ടറുമാണ്. അവിടെ ഞങ്ങൾ നടത്തുന്ന 26 ലക്ഷം മലയാളികളാണ് തിരുവോണ ദിവസം ഞങ്ങൾ ഇടുന്ന പൂക്കളം കാണുന്നത്. അപ്പോൾ ഇത് കേരളം എന്നുള്ള പേരാണ്. ഇതിനൊന്നും ഗവൺമെൻറ് ഒരു സംവിധാനങ്ങളും തരുന്നില്ല. അതുപോലെ സാംസ്കാരിക പരിപാടികൾ ഞങ്ങൾ നടത്താറുണ്ട്. മറാഠി മലയാളി എത്നിക് പ്രോഗ്രാം ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു സംവിധാനമാണ്. മറാഠികളുടെ തനതായ കലകളും മലയാളികളുടെ തനതായ കലകളും ഒന്നിച്ച് ഫ്യൂഷനായിട്ട് ഇതൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ബ്രാൻഡ് അംബാസിഡറായിട്ട് കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പുറത്ത് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിനകത്ത് ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കും. പ്രവാസികളുടെ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടി ഏകജാല സംവിധാനം കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അതുപോലെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ നൈപുണ്യം, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, കേരളത്തിൽ പഠിച്ച് പുറത്തേക്ക് പോകുന്ന പുറത്തു പോകുന്ന ആളുകൾക്ക് ഞങ്ങൾക്കൊക്കെ പണ്ട് കിട്ടുന്നത് കേരളം എന്ന് പറഞ്ഞാൽ 100% ശാസ്ത്രതയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പുറത്ത് താമസിക്കുന്ന ഒരു ധാരണ പൊതു സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് പഠിക്കാൻ വേണ്ടി ആളുകൾ പുറത്തേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് ഇവിടെ നമുക്ക് നല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഇന്ന് കോളേജുകളുടെ അപര്യാപ്തതയൊന്നുമില്ല. പണ്ടൊക്കെ ഒരു 10-20 വർഷം മുമ്പൊക്കെ കോളേജുകളില്ല. പാരൽ കോളേജ് സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് ആ സമയത്താണ് നമ്മൾ വിദ്യാഭ്യാസ രംഗങ്ങളൊക്കെ കോളേജുകൾ കുറവുള്ള സമയത്താണ് നല്ല വിദ്യാഭ്യാസം വേണ്ടി ആളുകൾ പുറത്തു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ആരോ പറയുന്നുണ്ടായിരുന്നു, ചർച്ചയിൽ പങ്കെടുത്ത് പറയുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിട്ട് മലയാളികൾ പുറവിലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ടീച്ചറിങ് പ്രൊഫഷനിലൊക്കെയുള്ള ആളുകൾ പറയുന്നു ഈ ചർച്ചയിൽ. അപ്പം അതിൻ്റെ കാരണം ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു. ഈ പോകുന്ന ആളുകളാരും തിരിച്ചു വരുന്നില്ല. ഇവരുടെ പേരൻസിനെ നോക്കാൻ വേണ്ടി സംവിധാനം കൊണ്ടുണ്ടെന്ന് അത് ഇന്ന് മുഖ്യമന്ത്രി അതൊക്കെ നിർദ്ദേശങ്ങൾ അവിടെ വന്നതാണ്. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു നടക്കുന്നു.
ഇപ്പോൾ കൃത്യമായി മോണിറ്ററിംഗ് ചെയ്യണം. മോണിറ്ററിംഗ് ചെയ്യേണ്ട നാല് സിസ്റ്റം ഉണ്ട്. സഭകൾ ചേർന്നു, 4 സഭകളിലും മോണിറ്റർ ചെയ്യണം. ക്രിയാത്മകമായിട്ടുള്ള ചർച്ച നടന്നു, നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. പക്ഷേ എന്ത് തീരുമാനമെടുത്തു എന്ന് മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ പറയുന്നില്ല, ഒളിച്ചോടുകയാണ്. മാത്രമല്ല എല്ലാവരും നോക്കുന്നത് എന്താണ്, ഈ സഭ ചേർന്നതുകൊണ്ട് കേരളത്തിൽ പ്രവാസികളുടേതായിട്ടുള്ള നിക്ഷേപങ്ങൾ വരുന്നുണ്ടോ, മാത്രമല്ല തിരിച്ച് അവിടെയുള്ള പ്രവാസികൾ, വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന മലയാളികൾ, അവർ കേരളത്തിൽ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അല്ലേ? ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ, അവർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ? അതൊക്കെയാണല്ലോ നോക്കുന്നത്. പക്ഷേ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എത്ര തീരുമാനങ്ങളുണ്ട്? ഇപ്പോൾ നോക്കൂ, ഈ മുഖ്യമന്ത്രി ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവാസികളുടെ സംരംഭകത്വ പ്രോത്സാഹനത്തിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. തിരികെ എത്തിയ പ്രവാസികൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ നോർക്ക റൂട്ട്സിൻ്റെ പ്രവാസി ഭദ്രതാ വായ്പാ പദ്ധതി കുടുംബശ്രീ, KSFE, കേരള ബാങ്ക്, KSIDC തുടങ്ങിയ ഏജൻസികളുമായി ചേർന്ന് നടപ്പിലാക്കി വരുന്നു. കുടുംബശ്രീ മുഖേന 5034 സംരംഭങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ കണക്ക് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിലൊന്നും ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ കോവിഡ് സമയത്ത് തന്നെ ഇവിടെ വന്ന പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ എന്തെങ്കിലും പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അന്ന് എല്ലാവരും ഇങ്ങോട്ട് വന്നോളൂ നിങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് പിന്നെ അവസാനം ഒരു ബാധ്യതയായപ്പോൾ ആരും ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ ഈ പറയുന്ന പദ്ധതികൾ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പോലും പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല. അവർ ഒളിച്ചോടുകയാണ്. പിന്നെ ഇത്തരം സഭകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നേരത്തെ യുവരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ ഒരു 3-4 ദിവസം വന്ന് നിൽക്കുക, ഇവിടെയുള്ള അതൊരു CPM ഒരു സംവിധാനം ആക്കി മാറ്റുന്നു, ലെഫ്റ്റിസ്റ്റുകളെയൊക്കെ കൊണ്ടുവരിക, ചർച്ച നടത്തുക, ഇവിടെ നിന്ന് കുറേ പേരെ അങ്ങോട്ടേക്ക് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി കലാപരിപാടികൾ നടത്തുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പിക്കാനുള്ള എന്ത് ശ്രമമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. തീർച്ചയായിട്ടും അതാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സഭയിൽ ഇത്രയും മാത്രം ചർച്ചകൾ വന്നിട്ട് ഇതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു പ്രശ്നം. ഞങ്ങളൊക്കെ തന്നെ ഉയർത്തുന്ന കാര്യം ഇതാണ്. ഇത് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഗവൺമെൻറ്? ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിദേശത്തുള്ള കോൺടാക്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് പ്രവാസി മറുനാടൻ മലയാളികളായിട്ടുള്ള ആളുകളെ ഒക്കെ ഒരു നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കുന്നു. ഇപ്പോൾ കുവൈറ്റിൽ ഇപ്പോൾ നമ്മൾ ഈ സഭയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ തന്നെ വളരെ വിഷമത്തിലാണ്. ഇവിടെ പറയുന്ന മാതിരിയല്ല. ഞങ്ങളൊക്കെ പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെയധികം ആണ്. എന്നിട്ട് പോലും ഈ സഭയിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ അവിടെ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ അവിടെ തന്നെ നമുക്കും അറിയാം, ഒരു പ്രശ്നമുണ്ടെങ്കിൽ ജനപ്രതിനിധികൾ ആദ്യം വിളിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരെയാണ്. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. കോവിഡ് കാലത്ത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്പർ അറിയാവുന്ന ആളുകളൊക്കെ ബോംബെയിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് വരാം. ഞങ്ങളാണ് അവിടെ സെമിക് ട്രെയിൻ ആദ്യമായി കേരളത്തിലേക്ക് അയച്ചത് ഞങ്ങളായിരുന്നു. അപ്പോൾ ഇതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള 180ഓളം ആളുകളെ അന്ന് ഗവൺമെൻറ് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനകത്തൊന്ന് ഇടപെടാനോ അത് താല്പര്യമോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെയുള്ള ആളുകളുടെ കാര്യത്തിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുടെ കാര്യം കാണിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഞങ്ങളിത് ഇന്നിപ്പോൾ ഞാൻ LKS മെമ്പറാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നാളെ അത് LKSൻ്റെ ഒരു നേട്ടമായിട്ട് അവർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള ആളുകൾ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന എല്ലാം ഇന്ന് ഗവൺമെൻറ് നെറ്റ്വർക്ക് കോർഡിനേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുവൈറ്റിൽ മരണപ്പെട്ട ആളുകൾ അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന അടക്കം അവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ ജോർജ് തോമസ്, ഞാൻ വരാം താങ്കളിലേക്ക്. താങ്കളുടെ ശബ്ദം അത് പോയിരിക്കുക. ശ്രീ മുഹമ്മദ് ജാബിർ, ഇവിടെ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം UAE ഒരു സന്ദർശനം നടത്തിയിരുന്നു. വലിയ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ വാഗ്ദാനങ്ങളൊന്നും, പെൻഷൻ അടക്കം കൊടുക്കുന്നതാണ് പറഞ്ഞത്, ആ വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. മാത്രമല്ല പ്രവാസി സ്വപ്ന പദ്ധതി അത് പെട്ടെന്ന് നടപ്പിലാക്കും. അതിനുവേണ്ടി ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പിന്നെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ സ്വപ്ന പദ്ധതികൾ
അവയുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയില്ല. ഇത് കുറച്ച് ദിവസം വാർത്തയായി ഓടിയെന്നല്ലാതെ അത് യാഥാർത്ഥ്യമായോ എന്നതിനെക്കുറിച്ചും അറിയില്ല. പ്രവാസി മലയാളി എന്ന നിലയിൽ താങ്കളാണ് അതിന് പറയേണ്ടത്. മാത്രമല്ല, കേരളത്തിൽ നിക്ഷേപം നടത്താൻ ഏതെങ്കിലും പ്രവാസി തയ്യാറാകുമോ? നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇവിടെ നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചവരുടെ ദുരവസ്ഥ, അത് പല കേസുകളുണ്ട്, അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒളിച്ചോടുകയാണ് ആളുകൾ. അന്യ സംസ്ഥാനങ്ങളിൽ പോയി നിക്ഷേപം നടത്തുന്നു, അവിടെ വ്യവസായങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിൻ്റെ അവസ്ഥ, സാമൂഹിക പരിതോവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ബിസിനസ് തുടങ്ങും, അല്ലെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അപ്പോൾ അതിനൊക്കെ ഒരു ചാലക ശക്തിയായിട്ട് വർത്തിക്കേണ്ടതാണ് ഈ സഭ. പക്ഷേ ആ സഭ ഇങ്ങനെ കൂടുന്നു എന്നല്ലാതെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. അതല്ലേ അതിൻ്റെ ശരി. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ നടത്തിപ്പ് അത് കുറേ കൂടി ജനകീയം ആക്കണം. മാത്രമല്ല, ചില തൽപര കക്ഷികളെ മാത്രം സഭയിലേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് പല ബെനിഫിറ്റുകളും കിട്ടുന്നുണ്ടാവും, അത് പരിശോധിച്ചാൽ അറിയാനും സാധിക്കും. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ സഭാ സമ്മേളനങ്ങളെ മാറ്റണം എന്ന ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഭരണകൂടത്തിനുണ്ടെങ്കിൽ ഈ രീതിയിലാണോ സഭ സംഘടിപ്പിക്കേണ്ടത്? സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കസും ഇല്ലാത്ത, അതല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടി കൂടുന്നതെന്ന് കൂടുന്നവർക്ക് പോലും അറിയാത്ത ഒരു സഭയായി ലോക കേരള സഭ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് യുടെ മണ്ണിൽ വന്ന് പ്രഖ്യാപിച്ച കുറെ കാര്യങ്ങളുണ്ട്. പ്രവാസികളുടെ പുനരധിവാസം, ജോലി നഷ്ടപ്പെട്ട പ്രവാസിക്ക് 6 മാസം വരെയുള്ള ശമ്പളം, അതുപോലെ തന്നെ കെട്ടിട സമുച്ചയം, പാർപ്പിട സമുച്ചയം, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ഇന്ത്യൻ സ്കൂൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രഖ്യാപിച്ച് പോയതല്ലാതെ അതിനുശേഷം അതൊക്കെ എന്താണ് സംഭവിച്ചതെന്നത് പോലും ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലോക കേരള സഭ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുന്നത്? ലോക കേരള സഭ കേരളത്തിന്റെ കലകളെ പ്രോത്സാഹിപ്പിക്കാനോ, കേരളത്തിന്റെ തനത് സാംസ്കാരിക മൂല്യങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാനാണ്? അതല്ല കേരളത്തിലെ, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രവാസികളുടെ അവന്റെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനാണോ എന്നുള്ളതാണ് ഇത് ആദ്യം ഇവിടെ പറയേണ്ടത്. താങ്കൾ ഇപ്പം പറഞ്ഞു, മുഖ്യമന്ത്രി അയച്ചു തന്ന കമ്മ്യൂണിക്കയിൽ പറയുന്നു കലാമണ്ഡലത്തിന്റെ അതല്ലെങ്കിൽ കഥകളി അത് അമേരിക്കയിൽ അല്ലെങ്കിൽ US ഞങ്ങൾ അത് അരങ്ങേറ്റം നടത്തും. അതാണ് ഇവിടുത്തെ പ്രവാസികളുടെ വിഷയം. മുഖ്യമന്ത്രി എവിടെ പോകുമ്പോൾ, രാജ്യത്ത് എവിടെ പോകുമ്പോൾ, അതായത് അമേരിക്കയിൽ പോയാലും ശരി, ജർമ്മനിയിൽ പോയാലും ശരി, ഇറ്റലിയിൽ പോയാലും ശരി, UAE ഇറങ്ങിയിട്ടാണല്ലോ പോകാറുള്ളത്. UAE ഇറങ്ങിയിട്ട് പോകുമ്പോൾ അദ്ദേഹം പോകേണ്ട ചില സ്ഥലങ്ങളുണ്ട്. UAE ജബലയിലുള്ള, അതല്ലെങ്കിൽ സോനാപ്പൂരുള്ള, അതുപോലെ തന്നെ ഷാർജയിലുള്ള, സജ്ജയിലൊക്കെ ഉള്ള ലേബർ ക്യാമ്പുകളിൽ അദ്ദേഹം ഒന്ന് പോകണം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്താണ് പ്രവാസി എന്നുള്ളത്. പ്രവാസി എന്നുള്ളത് ലോക കേരള സഭ കൂടുമ്പോൾ അവിടെ കൂട്ടും സൂട്ടും ഇട്ട് വന്നിരിക്കുന്ന കുറച്ച് പേരല്ല പ്രവാസി, മറിച്ച് ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പേരാണ് പ്രവാസി എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അതിന്റെ ഉള്ളിൽ പോകണ്ട, ക്യാമ്പുകളിൽ നിങ്ങൾ പോകണ്ട. കാരണം നിങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ അതുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് മൂക്ക് പൊത്തേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾക്ക് ആ പരിവരുത്ത മണ്ണിലൂടെ നടക്കാനൊന്നും സാധിച്ചെന്ന് വരും. പക്ഷെ അതിന്റെ മുന്നിലൂടെ ഒന്ന് വഴി പോകാനെങ്കിൽ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ ലോക കേരള സഭകൾ ഇതുപോലെ എല്ലാം നിങ്ങൾ സംഘടിപ്പിക്കുക. ഇപ്പോൾ ആടുജീവിതത്തിൽ ബെന്യാമിന്റെ കഥാപാത്രമായിട്ടുള്ള ആളെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നത് കണ്ടു, നല്ലത്. അദ്ദേഹം ഇന്ന് ലൈം ലൈറ്റിലാണ്. അദ്ദേഹം ഇന്ന് എല്ലാ പ്രയാസങ്ങളും മാറി ഇന്ന് ഒരു വലിയ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന 10,000-ങ്ങളിൽ നിന്ന് 2 പേരെങ്കിലും കൊണ്ടുപോയിട്ട് ഇതാണ് പ്രവാസി, ഇതാണ് ഞങ്ങളുടെ വിഷയമെന്ന് ലോകത്തിന്റെ മുന്നിൽ അവിടെ പറയിപ്പിച്ചിരുന്നെങ്കിൽ ഈ ലോക കേരള സഭയ്ക്ക് ഞങ്ങൾ സെല്യൂട്ട് അടിക്കുമായിരുന്നു. അതിന് പകരം നിങ്ങൾ അവിടെ ആരെയൊക്കെ കൊണ്ടുപോയി ആരെയൊക്കെയാണ് സംസാരിപ്പിക്കുന്നത്? ഈ കഥാപാത്രം തന്നെ ഏറ്റവും വലിയ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഇന്ന് അവിടെ ലോക കേരള സഭയിൽ സംസാരിക്കുന്നതുകൊണ്ട് എപ്പോഴാണ് അദ്ദേഹം അവിടെ സംസാരിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടുന്നത്? അദ്ദേഹം വലിയ
വലിയൊരു സെലിബ്രിറ്റിയായി മാറുകയും ലോകം അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി നിങ്ങൾ സംസാരിപ്പിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ അവസ്ഥയിലുള്ള 10,000 ഇവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കുക. കോവിഡ് കാലം, ഞാൻ കോവിഡ് കാലത്തെ ലോക കേരള സഭ അംഗമാണ്. കോവിഡ് കാലത്ത് ഒരു മീറ്റിംഗ്, ഒരു ഓൺലൈൻ മീറ്റിംഗ് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? പക്ഷെ ഇടതുപക്ഷ സംഘടനകൾ അടക്കമുള്ള പ്രവാസി സംഘടനകൾ, ഞാൻ അവിടെ ഒരു വേർതിരിവും കാണുന്നില്ല. ഇടതുപക്ഷ സംഘടനകൾ അടക്കമുള്ള പ്രവാസി സംഘടനകൾ വലിയ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലഘട്ടങ്ങളിൽ ഇവിടെ നടത്തിയത്. പക്ഷെ അത് ഏകോപിപ്പിക്കാൻ ഒരു ലോക കേരള സഭയും ഉണ്ടായിരുന്നില്ല. കേരള ലോകസഭ ഉള്ളത് എന്തിനാണ്? കുറെ പേർക്ക് അവിടെ ഫെലോഷിപ്പ് നടത്താനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള. അല്ല ജാബിർ, ആ സമയത്ത് ലോക കേരള സഭ അംഗമായിട്ടുള്ള താങ്കളെ പോലും കോണ്ടാക്ട് ചെയ്തിരുന്നില്ലേ ഇവിടെ നിന്നാരും? ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരു മീറ്റിംഗ് പോലും ഒരു ഓൺലൈൻ മീറ്റിംഗ് പോലും അന്ന് നടന്നിരുന്നില്ല. ഞങ്ങളൊക്കെ എത്രയോ ഓൺലൈൻ മീറ്റിംഗുകൾ നടത്തിയതാണ്. ഞങ്ങളൊക്കെ അന്ന് ഫീൽഡിൽ ഉണ്ടായിരുന്നവരാണ്. 24/7 പ്രവാസികളുടെ ദുരിതങ്ങൾ അറിഞ്ഞുകൊണ്ട് നടന്നവരാ. പക്ഷെ ഈ ലോക കേരള സഭ എന്ന് പറയുന്ന ലോക കേരള സഭയുടെ 10-15 അംഗങ്ങൾ അന്ന് യുഎയിലുണ്ട്. പക്ഷെ ഒരു മീറ്റിംഗ് പോലും അന്ന് ഈ കേരള ലോകസഭയുടെ പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരുന്നില്ല. ഈ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കെട്ട് കാഴ്ചകൾ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഞങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സഹായമാണ് നിങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്? ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. അത് പ്രവാസ ജീവിതം എന്നാരംഭിച്ചോ അന്ന് മുതലുള്ള ഞങ്ങളുടെ ദുരിതമാണ്. 10,000 കൊടുത്ത് യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ. ഒരു കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുന്നവനാണെങ്കിൽ അവന്റെ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ മുഴുവൻ സമ്പാദ്യങ്ങളും ടിക്കറ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു വിഷയങ്ങളിലൊക്കെ എന്ത് തരത്തിലുള്ള അഡ്രസ്സാണ്, എന്ത് തരത്തിലാണ് ഈ ലോക കേരള സഭ അതല്ലെങ്കിൽ സർക്കാർ ഈ പറയുന്ന സംവിധാനങ്ങൾ ഇടപെട്ടിട്ടുള്ളത് നിങ്ങൾ പറയണം. വ്യവസായത്തെ കുറിച്ച് പറഞ്ഞു. സാഹചര്യ പോലുള്ള പ്രവാസി വ്യവസായികൾ കെട്ടിത്തൂങ്ങി ചത്ത കഥകളൊക്കെ അതൊക്കെ ഒരുപാട് പറഞ്ഞത് വീണ്ടും ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടന്നു വരുന്നില്ല. അങ്ങനെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാസിക്ക് അവന്റെ കാശല്ലാതെ വേറെ ഒന്നും വേണ്ട എന്നുള്ളൊരു യാഥാർത്ഥ്യം തുറന്നങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ പ്രവാസിയുടെ കാശ് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലുള്ള സഭകൾ നടത്തുമ്പോൾ അതുപോലുള്ള ആൾക്കാർ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജയിലോ സോനാപൂരുള്ള ലേബർ ക്യാമ്പിലുള്ള പാവപ്പെട്ടവനെ രണ്ട് ഭാഗം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തവൻ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ ടിക്കറ്റ് അടക്കി ഇവര് കൊടുക്കേണ്ടി വരും. അതല്ലാതെ അവനൊന്നും കിട്ടില്ല. നേരെ മറിച്ച് ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? അങ്ങോട്ട് വല്ലതും കിട്ടുമോ നോക്കി കൊണ്ടുപോവുകയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൂർത്ത് അവസാനിപ്പിച്ച് പ്രവാസികൾക്ക് ഗുണകരമായ, പ്രവാസികൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങാൻ നിങ്ങൾ തയ്യാറാവണം. എത്ര പേര് ഇവിടെയുള്ള നേരത്തെ സുഹൃത്ത് സംസാരിക്കുന്നത് കേട്ടു. പ്രവാസികളുടെ അത്രയും തൊഴിൽ നൈപുണ്യമുള്ള, അതായത് മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ലോകത്തെവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഭൂമിയിൽ മല്ലടിക്കുന്ന പ്രവാസി, അവൻ മൾട്ടി സ്കിൽഡാ. നിങ്ങൾക്ക് നാട്ടിൽ എ സി റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ സി ടെക്നീഷ്യനെ കാണേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു മേസൻ വേണം, അതല്ലെങ്കിൽ മറ്റൊരാൾ വേണം. ഇവിടെ എല്ലാം അറിയുന്നവനായി പ്രവാസി. അവൻ അറിയാത്തതായിട്ട് ഒന്നുമില്ല. കാരണം അവന് ജീവിതം പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള മൾട്ടി സ്കിൽഡ് ആയിട്ടുള്ള പ്രവാസികൾ ഇവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തി കഴിഞ്ഞാൽ അവര് തേരാപ്പാര നടക്കുകയല്ലാതെ അവർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? അവന്റെ ഈ തരത്തിലുള്ള അവന്റെ ഈ കഴിവിനെ നിങ്ങൾ പരിപോഷിപ്പിക്കാൻ, അതല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും വേദി ഇന്ന് നാട്ടിലുണ്ടോ? അപ്പൊ അത് കാരണം ഒരിക്കൽ കൂടി പറയുന്നു, പ്രത്യേകിച്ച് പാവപ്പെട്ട കുവൈറ്റിലുള്ള പ്രവാസികളുടെ കണ്ണീർ ഉണങ്ങുന്നതിന് മുമ്പിൽ നിങ്ങൾ നടത്തിയ ഈ കൊടുംചതി, അതല്ലെങ്കിൽ ഈ ആഭാസം, അതിൽ ഒരിക്കലും പ്രവാസി പുറത്തു തരില്ല, പ്രവാസി മനസ്സ് പുറത്തു തരില്ല, മലയാളി മനസ്സ് പുറത്തു തരില്ല. ജാബിർ, താങ്കൾ പറഞ്ഞ വാസ്തവങ്ങൾ 100% അത് ഉൾക്കൊള്ളുന്നു.